നമസ്കാരം. ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കന്യാസ്ത്രീമാരുടെ അറസ്റ്റിൽ ആളിക്കത്തി പ്രതിഷേധം. ബിജെപിയുടെ ക്രൈസ്തവ പ്രീണനം വോട്ടിന് വേണ്ടിയുള്ള നാടകം. അരമന തോറും കേക്കുമായി കയറിയിറങ്ങുന്നുവെന്ന UDF LDF MPമാർ. കന്യാസ്ത്രീക്ക് നിയമപരമായ സംരക്ഷണം ഉറപ്പുവരുത്തുമെന്ന BJP നേതാവ് PK കൃഷ്ണദാസ്. കളമശ്ശേരി പോളിടെക്നിക് കഞ്ചാവ് കേസിലെ മുഖ്യപ്രതി പിടിയിലായത് ഒഡീഷ സ്വദേശി അജയ് പ്രധാൻ. പാലക്കാട് കോങ്ങാടും വൻ മയക്കുമരുന്ന് വേട്ട. 2 യുവതികളടക്കം 3 പേർ അറസ്റ്റ്. 25 കോടിയുടെ തിരുവോണം ബമ്പർ വിപണിയിൽ ടിക്കറ്റ് പ്രകാശനം ചെയ്ത മന്ത്രി KN ബാലഗോപാലൻ. ജമ്മു കാശ്മീരിൽ ഓപ്പറേഷൻ മഹാദേവ. ഭീകരരെ വധിച്ച സൈന്യം. കൊല്ലപ്പെട്ടത് പഹൽഗാം ആക്രമണം നടത്തിയ ഭീകരരെന്ന സൂചന. വാർത്തകൾ വിശദമായി. കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ പ്രതിഷേധം ശക്തമാക്കി UDF LDF MPമാർ. വിഷയത്തിൽ മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്ന് രാജ്യസഭാ MP ജോൺ ബ്രിട്ടാസ് പ്രതികരിച്ചു. പെൺകുട്ടികളുടെ പേരുകൾ ക്രൈസ്തവ നാമവുമായി ബന്ധപ്പെട്ടതല്ല എന്ന ഒറ്റ കാരണം കൊണ്ടാണ് അറസ്റ്റിലേക്ക് നയിച്ചത്. പെൺകുട്ടികൾക്കും കന്യാസ്ത്രീകൾക്കുമെതിരെ അസഭ്യവർഷം നടത്തി. പോലീസ് അക്രമകാരികളുടെ പക്ഷം പിടിച്ചുവെന്നും ജോൺ ബ്രിട്ടാസ് MP പറഞ്ഞു. ഒരു രാജ്യത്തിന്റെ ഭരണഘടന അനുശാസിക്കുന്ന അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടു. രേഖകൾ മുഴുവൻ നൽകി. താണുകീണ് അപേക്ഷിച്ചു. ഏത് വിശ്വാസവും ഉയർത്തിപ്പിടിക്കാനുള്ള അവകാശം ലംഘിക്കപ്പെട്ടു. അടിയന്തരമായി നടപടി വേണമെന്നും അദ്ദേഹം പറഞ്ഞു. കന്യാസ്ത്രീമാരുടെ അറസ്റ്റിൽ പാർലമെന്റിനകത്തും പുറത്തും ശക്തമായ പ്രതിഷേധം നടത്തിയെന്ന് UDF MP ആയ ആന്റോ ആന്റണി പറഞ്ഞു. ഗവൺമെന്റ് പുലർത്തുന്ന മൗനം ബജ്റംഗ് ദൾ പ്രവർത്തകർക്കുള്ള മൗന പിന്തുണ. ന്യൂനപക്ഷങ്ങളെ തിരിഞ്ഞുപിടിച്ച് ആക്രമിക്കുന്ന സമീപനമാണെന്നും അദ്ദേഹം പറഞ്ഞു. മാന്യതയുണ്ടെങ്കിൽ ഒരു ദിവസം പോലും അവർ ജയിലിൽ കിടക്കാത്ത രീതിയിൽ നടപടികൾ പൂർത്തിയാക്കുകയാണ് വേണ്ടതെന്ന് ഡീൻ കുര്യാക്കോസ് MPയും പ്രതികരിച്ചു. കേക്ക് മിക്സിംഗ് നിർത്തി BJP തലയുയർത്തി കാര്യങ്ങൾ കാണാൻ തയ്യാറാകണമെന്നാണ് ഷാഫി പറമ്പിൽ MPയുടെ ആരോപണം. BJP പ്രസിഡന്റ് പറയുന്നത് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ്. സമൂഹത്തിലെ ഐക്യം തകർക്കുന്നതിനെതിരെ നടപടിയെടുക്കാൻ BJP നേതാക്കൾ വാ തുറക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് M5 ന്യൂസ്. മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ പ്രതികരിച്ച BJP നേതാവ് PK കൃഷ്ണദാസ് സഭയെയും സഭാവിശ്വാസത്തെയും സംരക്ഷിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി പ്രതിജ്ഞാബദ്ധരാണെന്നും PK കൃഷ്ണദാസ് തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ഭാരതീയ ജനതാ പാർട്ടി സഭയോടൊപ്പമാണ്, സഭയുടെ വിശ്വാസത്തോടൊപ്പമാണ്. അത് രണ്ടും ഞങ്ങൾ സംരക്ഷിക്കും. ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ്. അതിനു വേണ്ടിയിട്ടാണ് ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കന്യാസ്ത്രീകൾക്ക് നിയമപരമായ സംരക്ഷണം ഉറപ്പുവരുത്താനാണ് BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തെ ഛത്തീസ്ഗഡിലേക്ക് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ അയച്ചിട്ടുള്ളത്. കളമശ്ശേരി പോളിടെക്നിക് കഞ്ചാവ് കേസിലെ മുഖ്യപ്രതി പിടിയിൽ. ഒഡീഷ സ്വദേശി അജയ് പ്രധാനെയാണ് കളമശ്ശേരി പോലീസ് പിടികൂടിയത്. ഹോസ്റ്റലിലേക്ക് എത്തിക്കാൻ ഇതര സംസ്ഥാനക്കാരുടെ സംഘത്തിന് കഞ്ചാവ് കൈമാറിയത് ഇയാളാണ്. കേസിൽ 4 വിദ്യാർത്ഥികളെ കോളേജിൽ നിന്ന് പുറത്താക്കിയിരുന്നു. മാർച്ച് 14 വെള്ളിയാഴ്ച പുലർച്ചെയാണ് കളമശ്ശേരി പോളിടെക്നിക്കിലെ ആൺകുട്ടികളുടെ ഹോസ്പിറ്റലിൽ നടത്തിയ പരിശോധനയിൽ 2 കിലോയോളം കഞ്ചാവ് പിടികൂടിയത്. വ്യാഴാഴ്ച രാത്രി 9 മണിയോടെ ആരംഭിച്ച പരിശോധന വെള്ളിയാഴ്ച പുലർച്ചെ വരെ നീളുകയായിരുന്നു. സംഭവത്തിൽ KSU പ്രവർത്തകരായ ആദിത്യൻ, ആകാശ് എന്നിവരെയും SFI പ്രവർത്തകനായ അഭിരാജിനെയും പോലീസ് പിടികൂടിയിരുന്നു. ഇതിൽ ആകാശിന്റെ മുറിയിൽ നിന്ന് 1.5 കിലോ കഞ്ചാവ് പിടികൂടി. ആകാശ് വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് വിൽപ്പന നടത്തിയതായി പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. പിന്നാലെ ഇവർക്ക് കഞ്ചാവ് നൽകിയ ആഷിക, ഷാലിക് എന്നീ പൂർവ്വ വിദ്യാർത്ഥികളെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിൽ ഷാലിക്ക് ക്യാമ്പസിലെ KSU നേതാവായിരുന്നു. ഇവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസിലെ മുഖ്യ പ്രതികളിൽ ഒരാളായ അനുരാജിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. അനുരാജിന് വേണ്ടിയാണ് കഞ്ചാവ് എത്തിച്ചതെന്ന ഇരുവരും മൊഴി നൽകിയിരുന്നു. ക്യാമ്പസിൽ ലഹരി ഇടപാട് നടക്കുന്നുവെന്ന ചൂണ്ടിക്കാട്ടി പോളിടെക്നിക്കിലെ പ്രിൻസിപ്പൽ പോലീസിന് നൽകിയ കത്തായിരുന്നു ഈ കേസിൽ ഏറ്റവും നിർണായകമായത്. M5 ന്യൂസ്, കൊച്ചി. പാലക്കാട് കോങ്ങാട് വൻ മയക്കുമരുന്ന് വേട്ട. 2 യുവതികളടക്കം 3 പേർ അറസ്റ്റിൽ. 53.950 ഗ്രാം മെത്താഫെറ്റിനുമായി കോഴിക്കോട്, മലപ്പുറം സ്വദേശികളായ 2 യുവതികളും 1 യുവാവുമാണ് കോങ്ങാട് പോലീസിന്റെ പിടിയിലായത്. ഓപ്പറേഷൻ ടി ഹണ്ടിന്റെ ഭാഗമായി പാലക്കാട് ജില്ലാ പോലീസ് ലഹരി വിരുദ്ധ സ്ക്വാഡും കോങ്ങാട് പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് പൊരിയാനിൽ വെച്ച മാരക മയക്കുമരുന്നുമായി കോഴിക്കോട് സ്വദേശി KV ആൻസി പിടിയിലായത്. ബാംഗ്ലൂരിൽ നിന്നാണ് പ്രതി മയക്കുമരുന്ന് എത്തിച്ചത്. വൻ മയക്കുമരുന്ന് സംഘത്തിലെ കണ്ണിയായ പ്രതികളുടെ കൂടുതൽ ഇടപാടുകൾ പോലീസ് പരിശോധിച്ചതിൽ ആൻസിയിൽ നിന്ന് മയക്കുമരുന്ന് വാങ്ങാൻ വന്ന മലപ്പുറം തിരൂർ സ്വദേശികളായ 23 വയസ്സുകാരി നൂറ തസ്നി, മുഹമ്മദ് സ്വാലിഹ് എന്നിവരെയും പോലീസ് പിടികൂടി. പ്രതികൾ ഓടിച്ചു വന്നിരുന്ന ഇന്നോവ കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. 2024 പാലക്കാട് സൗത്ത് പോലീസ് ആൻസിയെ MDMAയുമായി പിടികൂടിയിരുന്നു. ആ കേസിൽ ജാമ്യത്തിലിറങ്ങിയ ശേഷവും പ്രതി ലഹരിക്കടത്ത് തുടരുകയായിരുന്നു. M5 ന്യൂസ്, പാലക്കാട്.
മണ്ണാർക്കാട് 4 കിലോ കഞ്ചാവുമായി യുവാവ് പിടിയിൽ. ചെത്തല്ലൂർ ആനക്കുഴി വീട്ടിൽ പ്രകാശൻ എന്ന ഉണ്ണിമോനെയാണ് പിടികൂടിയത്. തെങ്കരയിൽ നിന്നാണ് മണ്ണാർക്കാട് പോലീസ് ഇയാളെ പിടികൂടിയത്. ഇയാളിൽ നിന്ന് 4 കിലോ കഞ്ചാവ് കണ്ടെത്തി. ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും മണ്ണാർക്കാട് പോലീസും തെങ്കരയിൽ നടത്തിയ വാഹന പരിശോധനയ്ക്കിടെ വെഴുങ്ങുംപാറയിൽ വെച്ചാണ് പ്രതി മോട്ടോർ സൈക്കിളിൽ കടത്തുകയായിരുന്ന കഞ്ചാവ് പിടികൂടിയത്. മോട്ടോർ സൈക്കിളും പോലീസ് കസ്റ്റഡിയിലെടുത്തു. 25 കോടിയുടെ തിരുവോണം ബമ്പർ വിപണിയിൽ ധനകാര്യമന്ത്രി കെ.എൻ. ബാലഗോപാലൻ തിരുവനന്തപുരത്ത് ടിക്കറ്റ് പ്രകാശനം ചെയ്തു. 25 കോടി രൂപ ഒന്നാം സമ്മാനം നൽകുന്ന തിരുവോണ ബമ്പർ ഭാഗ്യക്കുറി വിപണിയിലെത്തി. സംസ്ഥാന ധനകാര്യമന്ത്രി കെ.എൻ. ബാലഗോപാലാണ് തിരുവനന്തപുരത്ത് ടിക്കറ്റ് പ്രകാശനം ചെയ്തത്. ആയിരക്കണക്കിന് ഭാഗ്യശാലികളെ സൃഷ്ടിക്കുന്ന സംസ്ഥാന ഭാഗ്യക്കുറി 1 ലക്ഷത്തോളം പാവങ്ങളുടെ ജീവിതമാർഗവും അത്താണിയുമാണെന്ന് ചടങ്ങിൽ മന്ത്രി പറഞ്ഞു. 25 കോടി സമ്മാനത്തുക നൽകുന്ന വിദേശ ലോട്ടറി വാങ്ങാൻ ഏകദേശം 15,000 രൂപ വേണമെന്നിരിക്കെ അതേ സമ്മാനത്തുകയുള്ള കേരള ഭാഗ്യക്കുറി വാങ്ങാൻ കേവലം 500 രൂപ മാത്രം മതി. നടത്തിപ്പിലെ സുതാര്യതയും വിശ്വാസ്യതയുമാണ് കേരള ഭാഗ്യക്കുറിയെ ഇത്രയേറെ ജനകീയമാക്കിയതെന്നും മന്ത്രി പറഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 1 ലക്ഷത്തോളം ആളുകൾ ജീവിക്കുന്ന ഒരു വലിയ വരുമാന മാർഗമാണ് ലോട്ടറി എന്നുള്ളതാണ്. ലോട്ടറി സിസ്റ്റം വളരെ ശക്തിപ്പെട്ടു പോകുമ്പോൾ ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നവർക്കും അത് ബിസിനസ് നടത്തുന്നവർക്കും അതോടൊപ്പം തന്നെ നമ്മുടെ കാരുണ്യ പോലെയുള്ള പദ്ധതികൾക്ക് പണം എത്തിച്ചു കൊടുക്കുന്നതിനൊക്കെ വലിയൊരു സമ്പ്രദായമാണ് ലോട്ടറി. ഏറ്റവും നന്നായിട്ട് ഈ വർഷത്തെ ലോട്ടറി വിജയിക്കട്ടെ. എല്ലാവരും ഈ ലോട്ടറി എടുക്കണം. രണ്ടാം സമ്മാനമായി 1 കോടി രൂപ വീതം 20 പേർക്കും, മൂന്നാം സമ്മാനമായി 50 ലക്ഷം വീതം 20 പേർക്കും, നാലാം സമ്മാനമായി 5 ലക്ഷം വീതം 10 പരമ്പരകൾക്കും, അഞ്ചാം സമ്മാനമായി 2 ലക്ഷം വീതം 10 പരമ്പരകൾക്കും നൽകുന്നുവെന്നതാണ് തിരുവോണം ബമ്പർ ഭാഗ്യക്കുറിയുടെ വലിയ പ്രത്യേകത. കൂടാതെ 5000 മുതൽ 500 രൂപ വരെ സമ്മാനമായി നൽകുന്നുമുണ്ട്. ആന്റണി രാജു MLA അധ്യക്ഷനായ ചടങ്ങിൽ VK പ്രശാന്ത് MLAയും പങ്കെടുത്തു. ഭാഗ്യക്കുറി വകുപ്പ് ഡയറക്ടർ എബ്രഹാം റൻ സ്വാഗതം പറഞ്ഞു. ലോട്ടറി വെൽഫെയർ ബോർഡ് ചെയർമാൻ TB സുബൈർ, ഭാഗ്യക്കുറി വകുപ്പിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും സംബന്ധിച്ചു. M5 ന്യൂസ്, തിരുവനന്തപുരം. ജമ്മു കാശ്മീരിലെ ധാര മേഖലയിൽ ഭീകരവാദികളെ പിടികൂടുന്നതിനിടെ നടത്തിയ ഓപ്പറേഷൻ മഹാദേവിൽ 3 ഭീകരരെ വധിച്ചെന്ന സൈന്യം. കൊല്ലപ്പെട്ടവരിൽ പഹൽഗാം ഭീകരാക്രമണത്തിലെ 2 ഭീകരരും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന സൂചന. ഭീകരർക്കായി ശ്രീനഗറിലെ ധാര മേഖലയിൽ വ്യാപക തെരച്ചിൽ നടത്തുന്നതിനിടെയാണ് ഏറ്റുമുട്ടലുണ്ടായത്. ഭീകരർക്കെതിരെ സംയുക്ത ഓപ്പറേഷൻ തുടങ്ങിയതായി സേന അറിയിച്ചു. വനിതാ മാധ്യമ പ്രവർത്തകരെ അപകീർത്തിപ്പെടുത്തുന്നതിന് സൈബർ ഇടങ്ങളിൽ നടക്കുന്ന ആസൂത്രിത ആക്രമണത്തിൽ അറുതി വരുത്താൻ അടിയന്തര നടപടി വേണമെന്ന് കേരള പത്രപ്രവർത്തക യൂണിയൻ. സൈബർ ആക്രമണത്തിന് അറുതി വരുത്തണമെന്നും സൈബർ ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്ത ശിക്ഷ ഉറപ്പുവരുത്തുന്നതിനും അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. സാമൂഹിക മാധ്യമങ്ങളിലൂടെ ചിലർ നടത്തുന്ന അധിക്ഷേപ പ്രചാരണവും ആക്രമണവും വനിതാ മാധ്യമ പ്രവർത്തകർക്ക് കടുത്ത മാനസിക പ്രയാസങ്ങളും ട്രോമയുമാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ തന്നെ അങ്ങേയറ്റത്തെ സമ്മർദ്ദ സാഹചര്യത്തിലൂടെ തൊഴിലെടുക്കേണ്ടി വരുന്ന വനിതാ മാധ്യമപ്രവർത്തകർക്ക് നേരെ നടക്കുന്ന ഈ സൈബർ ലിഞ്ചിങ് സൈബർ ജീവിതത്തിന് തന്നെ കടുത്ത ഭീഷണിയാണ് ഉയർത്തുന്നത്. ഏതെങ്കിലും കുറ്റകൃത്യം ആരുടെയെങ്കിലും ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിയമപരമായ പരിഹാരം തേടി ശിക്ഷ ഉറപ്പാക്കാൻ രാജ്യത്ത് നിയമ സംവിധാനങ്ങൾ ഉണ്ടായിരിക്കെ മാധ്യമപ്രവർത്തകരെ സൈബർ കൊല നടത്താനുള്ള ശ്രമം അനുവദിക്കില്ലെന്നും പത്രപ്രവർത്തക യൂണിയൻ വ്യക്തമാക്കി. പ്രമുഖരായ വനിതാ മാധ്യമ പ്രവർത്തകരെ പേരെടുത്ത് പറഞ്ഞും അല്ലാതെയും അധിക്ഷേപിക്കാനും സൈബർ ലീഞ്ചിങ്ങിനുമാണ് സൈബർ ഗുണ്ടകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സൈബർ ക്രിമിനലുകളെ വിലക്കാൻ ബന്ധപ്പെട്ട പാർട്ടി നേതൃത്വങ്ങൾ ഇടപെടണമെന്നും യൂണിയൻ ആവശ്യപ്പെട്ടു. M5 ന്യൂസ്, തിരുവനന്തപുരം. സ്കൂൾ കെട്ടിടങ്ങളുടെ ഫിറ്റ്നസ് കർശന പരിശോധനയ്ക്ക് വിദ്യാഭ്യാസ വകുപ്പും തദ്ദേശ വകുപ്പും. സ്കൂൾ കെട്ടിടങ്ങളുടെ ഫിറ്റ്നസ് പരിശോധന 3 ആഴ്ചക്കുള്ളിൽ പൂർത്തിയാക്കും. സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും വിദ്യാഭ്യാസ വകുപ്പ് പരിശോധന നടത്തും. സ്കൂൾ തുറക്കുന്നതിന് മുൻപുള്ള പരിശോധന കാര്യക്ഷമമായിരുന്നില്ലെന്ന് കാട്ടിയാണ് വീണ്ടും പരിശോധന നടത്തുന്നത്. ഇതിനിടെ സ്കൂൾ കെട്ടിടങ്ങളുടെ ഫിറ്റ്നസിൽ കടുത്ത നടപടിക്കൊരുങ്ങി തദ്ദേശ വകുപ്പും. സ്കൂളിൽ നടത്തുന്ന തദ്ദേശ വകുപ്പിന്റെ പരിശോധന ഈ ആഴ്ച പൂർത്തിയാകും. 100 കണക്കിന് കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റേണ്ടവയാണെന്ന് തദ്ദേശ വകുപ്പ് ഇതിനകം കണ്ടെത്തിയിട്ടുണ്ട്. കൊല്ലം തേവലക്കരയിൽ വിദ്യാർത്ഥി സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ മുഴുവൻ സ്കൂൾ കെട്ടിടങ്ങളിലും ഫിറ്റ്നസ് പരിശോധന നടത്താമെന്ന ആവശ്യം ഉയർന്നു വന്നിരുന്നു. M5 ന്യൂസ്, തിരുവനന്തപുരം. തെരുവ് നായ്ക്കളുടെ കടിയേറ്റ് പേവിഷബാധ കേസുകളും മരണങ്ങളും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സുപ്രീം കോടതി സ്വമേധയാ കേസെടുത്തു. പേവിഷബാധ മൂലമുള്ള മരണം അസ്വസ്ഥമാക്കുന്നുവെന്ന് നിരീക്ഷിച്ചാണ് സുപ്രീം കോടതി നടപടി. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. കൊച്ചുകുട്ടികളും പ്രായപൂർത്തിയാകാത്തവരും തെരുവ് നായകളുടെ ഇരയാകുന്നുവെന്ന് ജസ്റ്റിസ് JB പർദിവാല അധ്യക്ഷനായ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. നഗരങ്ങളിലും പ്രാന്തപ്രദേശങ്ങളിലുമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന 100 കണക്കിന് തെരുവ് നായ കേസുകൾ പേവിഷബാധയിലേക്ക് നയിക്കുകയും ഇത് കുട്ടികളെയും പ്രായമായവരെയും ഗുരുതരമായി ബാധിക്കുകയും ചെയ്ത സാഹചര്യം സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. ജസ്റ്റിസുമാരായ J പർദിവാല, R മഹാദേവൻ എന്നിവരടങ്ങിയ 2 അംഗ ബെഞ്ചാണ് കേസെടുത്തത്. ന്യൂസ് ഡെസ്ക്, M5 ന്യൂസ്.
കാസർഗോഡ് കോളിയടുക്കം വലിയകുഴിയിൽ പശുവിനെ മേയ്ക്കാൻ പോയ ഗൃഹനാഥൻ ഷോക്കേറ്റ് മരിച്ചു. കുഞ്ഞണ്ടൻ നായരാണ് മരിച്ചത്. പൊട്ടിവീണ വൈദ്യുതി ലൈനിൽ തട്ടിയാണ് അപകടം. പശുവും ഷോക്കേറ്റ് ചത്തു. ഏറെ സമയം കഴിഞ്ഞിട്ടും കാണാതായതിനെ തുടർന്ന് മകൻ രാജൻ അന്വേഷിച്ച് ചെന്നപ്പോഴാണ് പൊട്ടിവീണ വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേറ്റ് വീണ് കിടക്കുന്നത് കണ്ടത്. വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച് ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മലപ്പുറം വേങ്ങരയിൽ 18-കാരനായ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ KSEBക്കെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. വിദ്യാർത്ഥി മരിച്ച സ്ഥലത്തിന് സമീപം വേറെയും വൈദ്യുതി പോസ്റ്റുകൾ അപകടാവസ്ഥയിലുണ്ടെന്നാണ് ആരോപണം. സുഹൃത്തുക്കൾക്കൊപ്പം തോട്ടിൽ കുളിക്കാനിറങ്ങിയ 18-കാരൻ മുഹമ്മദ് വദൂദാണ് വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ചത്. അപകടം നടന്നതിന് 3 ദിവസം മുൻപുണ്ടായ ശക്തമായ കാറ്റിൽ പ്രദേശത്തെ വൈദ്യുതി ലൈനുകൾ അപകടാവസ്ഥയിലായിരുന്നുവെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. KSEB ഉദ്യോഗസ്ഥർ താൽക്കാലികമായി എന്തെങ്കിലും ചെയ്തു വെച്ചിട്ടാണ് പോവുക. അപകടമുണ്ടായ സ്ഥലത്തിന് സമീപം ചെടികൾക്കും വള്ളിപ്പടർപ്പുകൾക്കുമിടയിൽ കൂടിയാണ് വൈദ്യുതി ലൈൻ കടന്നു പോകുന്നത്. പലയിടത്തും വൈദ്യുതി പോസ്റ്റുകൾ നിലംപൊത്താവുന്ന അവസ്ഥയിലാണ്. ഇതാണ് നാട്ടുകാരെ രോഷാകുലരാക്കിയത്. M5 ന്യൂസ് മലപ്പുറം. ദേശീയപാത വട്ടപ്പാറയിൽ വാഹനാപകടം. നിയന്ത്രണം വിട്ട കാറ് പഴക്കുല കയറ്റി വന്ന ലോറിക്ക് പിറകിലിടിച്ചാണ് അപകടമുണ്ടായത്. നിർമ്മാണം നടക്കുന്ന ദേശീയപാത വട്ടപ്പാറ വായ്ക്കട് പാലത്തിന് സമീപം നിയന്ത്രണം വിട്ട കാറ് പഴക്കുല കയറ്റി വന്ന ലോറിക്ക് പിറകിലിടിക്കുകയായിരുന്നു. തുടർന്ന് ലോറി മറിഞ്ഞു. ഞായറാഴ്ച രാത്രി 11:30ഓടെയാണ് അപകടമുണ്ടായത്. അപകടത്തിൽ പരിക്ക് പറ്റിയവരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കനത്ത മഴയെ തുടർന്ന് ദേശീയപാതയിൽ വാഹനാപകടങ്ങൾ തുടർക്കഥയാകുന്നു. ഒരാഴ്ചയ്ക്കിടെ 10ഓളം അപകടങ്ങളാണ് ദേശീയപാത 66-ൽ ഉണ്ടായത്. ഡ്രൈവർമാരുടെ അശ്രദ്ധ കാരണമാണ് അപകടങ്ങൾ വർദ്ധിക്കുന്നതെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. മഴ തുടർച്ചയായി പെയ്യുന്നതോടെ പണി പൂർത്തീകരിച്ച ദേശീയപാത 66-ൽ അപകടങ്ങൾ പതിവാകുകയാണ്. നിരവധി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. വെള്ളം തങ്ങി നിൽക്കുന്ന റോഡിൽ വാഹനങ്ങൾ തെന്നി വീണുണ്ടാകുന്ന അപകടങ്ങൾ ഏറെയാണ്. അമിത വേഗതയാണ് മിക്ക അപകടങ്ങൾക്കും കാരണമാകുന്നത്. വാഹനം ഓടിക്കുന്നവർ അമിത വേഗത്തിലാണ് നിരത്തിൽ ചീറിപ്പായുന്നത്. ദേശീയപാതയിൽ ഒരാഴ്ചയ്ക്കിടെ 15ഓളം അപകടങ്ങളാണ് ഇക്കാരണങ്ങളാൽ ഉണ്ടായത്. കൂടാതെ പല വാഹനങ്ങളിലും ഇൻഡിക്കേറ്റർ കാര്യക്ഷമമല്ലാത്തതും അപകടങ്ങൾക്ക് വഴിയൊരുക്കുന്നുണ്ട്. ടയറുകൾക്ക് തേയ്മാനം സംഭവിച്ച് ടയർ പൊട്ടി ഉണ്ടാകുന്ന അപകടങ്ങളും പതിവായെന്ന് ഹൈവേ പോലീസ് പറയുന്നു. ഹൈവേയിൽ പുതുതായി പണി നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ നാഷണൽ ഹൈവേയിൽ സ്ഥിരമായിട്ട് വാഹനാപകടങ്ങൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് മഴക്കാലത്ത് ഈ മഴ ഇങ്ങനെ ചെറുതായിട്ട് മഴ പെയ്യുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടക്കുന്നത്. ഇന്ന് തന്നെ ഏകദേശം 4ഓളം അപകടങ്ങളായി വിവിധ സ്ഥലങ്ങളിൽ നടക്കുന്നതായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കുന്ന സമയത്ത് മെയിനായിട്ടുള്ള കാരണം വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാരുടെ അശ്രദ്ധയും പിന്നെ കൂടുതൽ ഓവർ സ്പീഡ് അമിത വേഗതയും കൂടിയാണ് അതിന് കാരണമായിട്ട് വരുന്നത്. ഉദാഹരണമായിട്ട് കുറച്ച് മുന്നേ വട്ടപ്പാറ വടക്ക് പാലത്തിൻ്റെ അവിടെ വെച്ചിട്ട് അപകടം നടന്നിരുന്നു. ആ കാർ ഓടിച്ച ആൾ ഹൈ സ്പീഡിൽ ലെഫ്റ്റ് ട്രാക്കിലാണ് പോയിരുന്നത്. പോയി ഡിവൈഡറിൽ തട്ടി മറിഞ്ഞ് അപകടം ഉണ്ടായതാണ്. അപ്പോൾ അതോടൊപ്പം ഡ്രൈവർമാർ ശ്രദ്ധിക്കേണ്ടത് ഈ നാഷണൽ ഹൈവേയിലെ പല സ്ഥലങ്ങളിലും പണി കഴിഞ്ഞിട്ടില്ല. പണി കഴിയാതെ വർക്ക് നടക്കുന്ന പല സ്ഥലങ്ങളിലും. അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കാതെ ഡ്രൈവർമാർ ഓവർ സ്പീഡിലും അശ്രദ്ധമായി വന്നുകൊണ്ട് കൂടുതലായിട്ടും അപകടങ്ങൾ വരുന്നുണ്ടായി. ഗതാഗത നിയമങ്ങൾ പാലിച്ച യാത്ര ചെയ്യണമെന്നാണ് ഹൈവേ പോലീസിന്റെ നിർദ്ദേശം. ഹൈവേയിൽ പല ഭാഗത്തും പണി പൂർത്തീകരിച്ചിട്ടില്ല. ഇതെല്ലാം കണക്കിലെടുത്തു വേണം അതീവ ശ്രദ്ധയോടെയും കരുതലോടെയും യാത്ര ചെയ്യേണ്ടതെന്നും ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകുന്നു. M5 ന്യൂസ് മലപ്പുറം. മലപ്പുറത്ത് ജില്ലാ പഞ്ചായത്ത് അംഗം കോടികൾ തട്ടിയെന്ന് പരാതി. മക്കരപ്പറമ്പ് ഡിവിഷൻ മുസ്ലിം ലീഗ് അംഗം TP ഹാരിസിനെതിരെയാണ് പണം നഷ്ടപ്പെട്ടവർ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്ത് പദ്ധതിയുടെ പേരിൽ ലാഭം വാഗ്ദാനം ചെയ്താണ് തട്ടിപ്പ് നടത്തിയത്. ജില്ലാ പഞ്ചായത്തിലെ പർച്ചേസ് കമ്മിറ്റി അംഗമാണെന്നാണ് പ്രചരിപ്പിച്ച ഹാരിസ് ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കുന്ന ക്ഷേമ പദ്ധതികളായ മുച്ചക്ര വാഹനങ്ങൾ, ഓപ്പറേഷൻ തിയേറ്ററുകൾ, ഡയാലിസിസ് യൂണിറ്റുകൾ, സോളാർ ഇൻസ്റ്റലേഷൻ, വിദ്യാർത്ഥികൾക്കുള്ള ലാപ്ടോപ്പുകൾ എന്നിവ താൻ പരിചയമുള്ള ഏജൻസികൾ വഴിയാണ് വാങ്ങുന്നതെന്നും ഇതിലെ ലാഭവിഹിതം നൽകാമെന്നും വാഗ്ദാനം ചെയ്താണ് പണം വാങ്ങിയത്. സംഭവം വിവാദമായതോടെ TP ഹാരിസ് ഒളിവിൽ പോയിരുന്നു. 205 കോടിയിലധികം രൂപ നഷ്ടമായെന്ന് നിക്ഷേപകർ പറയുന്നത്. 200-ലധികം പേരാണ് തട്ടിപ്പിനിരയായത്. ഇരകൾ പാർട്ടി നൽകിയ പരാതിയിൽ മുസ്ലിം ലീഗിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് TP ഹാരിസിനെ പുറത്താക്കിയിരുന്നു. മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ ജോയിന്റ് സെക്രട്ടറിയാണ് TP ഹാരിസ്. M5 ന്യൂസ് മലപ്പുറം. ഒഴുക്കിൽപ്പെട്ട് കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. തിരൂർ കൂട്ടായി സ്വദേശി മുഹമ്മദ് ഖൈസിന്റെ മൃതദേഹമാണ് തിങ്കളാഴ്ച അർദ്ധരാത്രിയോടെ കണ്ടെത്തിയത്. ഐനിക്കാട് ഐനിച്ചിറയിലാണ് യുവാവിനെ കായലിൽ കാണാതായത്. ഞായറാഴ്ച വൈകുന്നേരം 4 മണിയോടെയാണ് 6-അംഗ സംഘം ഐനിക്കാട് ഐനിച്ചിറ കോൾപ്പടവിൽ കുളിക്കാനെത്തിയത്. 6 മണിയോടെയാണ് അപകടം നടന്നത്. സമീപവാസികളും നാട്ടുകാരും ഏറെ നേരം തിരച്ചിൽ നടത്തിയെങ്കിലും രാത്രി വൈകിയും കണ്ടെത്താനായില്ല. പിന്നീട് 12:45ഓടെ സൂംബ സംഘം തിരച്ചിൽ നിർത്തിയിരുന്നു. അതിനുശേഷം നാട്ടുകാർ നടത്തിയ തിരച്ചിലിൽ അവർ കുളിക്കാൻ ഇറങ്ങിയ ഭാഗത്തു നിന്നുമാണ് മൃതദേഹം കണ്ടെത്തിയത്. തിരൂർ കൂട്ടായി സ്വദേശി മുഹമ്മദ് ഖൈസാണ് മരണപ്പെട്ടത്. M5 ന്യൂസ് മലപ്പുറം.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കന്യാസ്ത്രീമാരുടെ അറസ്റ്റിൽ ആളിക്കത്തി പ്രതിഷേധം. BJPയുടെ ക്രൈസ്തവ പ്രീണനം വോട്ടിന് വേണ്ടിയുള്ള നാടകം. അരമന തോറും കേക്കുമായി കയറിയിറങ്ങുന്നുവെന്ന UDF LDF MPമാർ. കന്യാസ്ത്രീക്ക് നിയമപരമായ സംരക്ഷണം ഉറപ്പുവരുത്തുമെന്ന BJP നേതാവ് PK കൃഷ്ണദാസ്. കളമശ്ശേരി പോളിടെക്നിക് കഞ്ചാവ് കേസിലെ മുഖ്യപ്രതി പിടിയിൽ. പിടിയിലായത് ഒഡീഷ സ്വദേശി അജയ് പ്രധാൻ. പാലക്കാട് കോങ്ങാടും വൻ മയക്കുമരുന്ന് വേട്ട. 2 യുവതികളടക്കം 3 പേർ അറസ്റ്റ്. 25 കോടിയുടെ തിരുവോണം ബമ്പർ വിപണിയിൽ. ടിക്കറ്റ് പ്രകാശനം ചെയ്ത മന്ത്രി KN ബാലഗോപാലൻ. ജമ്മു കാശ്മീരിൽ ഓപ്പറേഷൻ മഹാദേവ. ഭീകരരെ വധിച്ച സൈന്യം. കൊല്ലപ്പെട്ടത് പഹൽഗാം ആക്രമണം നടത്തിയ ഭീകരരെന്ന സൂചന. ഇതോടുകൂടി ന്യൂസ് റൗണ്ടപ്പ് പൂർണ്ണമാകുന്നു. നമസ്കാരം.